ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് സുഖമാണ്, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പനീർ കൊണ്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതിന് പനീർ കുൽച്ച എന്നാണ് പറയുന്നത്. ഇത് എല്ലാവരും ഈ ഡിഷ് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എല്ലാവരും എൻ്റെ വീഡിയോയെ കണ്ട് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ നന്ദി. ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീർ കൊണ്ടുള്ള ഒരു ഡിഷാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ: ഒരു ഉള്ളി നീളത്തിലരിഞ്ഞത്, ഒരു തക്കാളി അകത്തുള്ള വിതയെല്ലാം മാറ്റി അത് നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു കുടമുളക് അല്ലെങ്കിൽ ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത്, പനീർ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയും താളിക്കാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ, പിന്നെ വേണ്ടത് മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കസ്തൂരി മേത്തി. അത് ഏറ്റവും അവസാനം ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് മാത്രം. ഇതിലൊരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ആദ്യം 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഈ ജീരകം ഇട്ട് ഒന്ന് താളിക്കാം. ജീരകം നന്നായിട്ട് പൊട്ടിയിട്ട് നമുക്ക് ഉള്ളി ഇടാം. ജീരകം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് ഉള്ളി ഒന്ന് ചുമന്ന് വരുന്നവരെ, നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് ചുമന്ന് വരണം. ഇപ്പോൾ ഏകദേശം ഉള്ളി നന്നായിട്ട് ചുമന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക്. ഇത് നന്നായിട്ട് രണ്ടും കൂടി വഴറ്റി ഇതിൻ്റെ പച്ച വാസന പോകുന്നവരെ വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, അകത്തുള്ള ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെറും തക്കാളി മാത്രം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. തക്കാളി ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുടമുളക് ചേർക്കാം, ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കവും നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. എല്ലാം നീളത്തിലാണ് അരിഞ്ഞു വെക്കേണ്ടത്. ഈ സമയത്ത് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മുളക് നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പൊടികളുടെ എല്ലാം പച്ച മണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുടമുളക് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. പയ്യെ ഇളക്കി കൊടുക്കണം. പനീർ അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. അതുകൊണ്ട്
ഇത് വളരെ സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവുന്നവരെ ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത് ഏകദേശം ശരിയായി. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം.